ഹായ്, എൻ്റെ പേര് വിവേക് രാജ്. ഞാൻ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് വരുന്നു. സബ് ഇൻസ്പെക്ടർ തസ്തികയിലെ ജോലി പ്രവേശിക്കുകയായിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് മഞ്ചേരി ഐസിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ 1.5 വർഷം മുമ്പ് ഇവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ തന്നെ സർവീസിൽ കയറാൻ പോവുകയാണ്. ഇത് മിഥിരാജ്, എക്സൈസ് ഓഫീസറിൽ 1 റാങ്ക് ഹോൾഡറാണ്. ഇത് ശ്രീരാജ്, CPO ലിസ്റ്റിലെ 5 റാങ്ക് ഹോൾഡറാണ്. ഇത് ജിഷ്ണു, CPO ലിസ്റ്റിൽ തന്നെ 34 റാങ്ക് ഹോൾഡറാണ്. ഇനി ഞങ്ങളുടെ 1.5 വർഷത്തെ പ്രയത്നത്തിൻ്റെ കഥയും ഞങ്ങളുടെ പഠന രീതികളുമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഹായ്, എൻ്റെ പേര് വിവേക് രാജ്. ഞാൻ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് വരുന്നു. സബ് ഇൻസ്പെക്ടർ തസ്തികയിലെ ജോലി പ്രവേശിക്കുകയായിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് മഞ്ചേരി ഐസിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ 1.5 വർഷം മുമ്പ് ഇവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ തന്നെ സർവീസിൽ കയറാൻ പോവുകയാണ്. ഇത് മിഥിരാജ്, എക്സൈസ് ഓഫീസറിൽ 1 റാങ്ക് ഹോൾഡറാണ്. ഇത് ശ്രീരാജ്, CPO ലിസ്റ്റിലെ 5 റാങ്ക് ഹോൾഡറാണ്. ഇത് ജിഷ്ണു, CPO ലിസ്റ്റിൽ തന്നെ 34 റാങ്ക് ഹോൾഡറാണ്. ഇനി ഞങ്ങളുടെ 1.5 വർഷത്തെ പ്രയത്നത്തിൻ്റെ കഥയും ഞങ്ങളുടെ പഠന രീതികളുമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഞാനും എൻ്റെ ഗ്രാജുവേഷന് ശേഷം ഇപ്പോൾ കേരള PSC ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ മലബാറിലെ തന്നെ ഏറ്റവും നല്ലൊരു PSC കോച്ചിങ് സെൻറ്റർ അന്വേഷിച്ചിറക്കിയിരുന്നു. അപ്പോഴാണ് എയ്സ് വന്നത്. അങ്ങനെയാണ് മഞ്ചേരി എയ്സിലേക്ക് എത്തുന്നതും ഇവരെ കാണുന്നതും. ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങൾ 4 പേരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഗ്രാജുവേഷന് ശേഷം കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് വന്നു. ആദ്യം വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് വന്നതിന് ശേഷം നാട്ടിലെ ഒരു സ്ഥാപനം, അതായത് എയ്സ് ചൂസ് ചെയ്തു. അതിനുശേഷം 1.5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും ഇവരെല്ലാവരും എനിക്ക് കിട്ടുന്നത്. ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു. ഡിഗ്രിക്ക് ശേഷം നല്ലൊരു സെക്യൂർ ആയിട്ട് ജോലി വേണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ PSC ചൂസ് ചെയ്യണത്. ആ സമയത്താണ് എയ്സിനെ പറ്റി അറിയുന്നതും എയ്സ് ചൂസ് ചെയ്യണതും ഇവിടെ എത്തുന്നതൊക്കെ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടോ PSC എന്താണെന്നോ അങ്ങനെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് അതിന് പറ്റിയിട്ടുള്ള നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൂട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ ഡിഗ്രി പഠനത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്കാണെങ്കിൽ PG പഠിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ തുടർ പഠനത്തിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ SSC, PSC, മറ്റ് കോഴ്സുകൾ കഴിഞ്ഞു. ആ സമയത്താണ് എൻ്റെ ക്ലാസ്മേറ്റാണ് ശ്രീരാജ്, ഇപ്പം ഇവിടെ നിന്നാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഞാനും എയ്സിലേക്ക് അങ്ങനെ വന്നു, ഇവലൊപ്പം കൂടി. ഇവിടെ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുമായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന് എത്രത്തോളം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലേതൊക്കെയാണെന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ആഗ്രഹിക്കുന്ന ഫീൽഡുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ഞങ്ങൾ ആദ്യം കണ്ടെത്തിയത്. ഈ എക്സാമുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊക്കെ ഒരു ഐഡിയ വേണം. അതിന് ആദ്യമായിട്ട് എല്ലാ എക്സാമിൻ്റെയും സിലബസ് ഞങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ സിലബസ് ഇപ്പോൾ ഒരു റാങ്ക് ഫയലിൽ തന്നെ ഒരു സിലബസിൻ്റെ ഓർഡറിൽ തന്നെയാണ് റാങ്ക് ഫയലും കൊടുത്തിരിക്കുക. പക്ഷേ എല്ലാം കൂടെ ഇങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലൊക്കെ വായിച്ചെടുക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സഹായിച്ചത് PYQs ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് കോർ ഏരിയ എന്ന് മനസ്സിലാക്കുകയും നമുക്ക് ആ ഒരു ഏരിയ കൃത്യമായിട്ട് അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഏത് എക്സാം എടുത്താലും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ 3 സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ ഈ 3 സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഈ 3 സബ്ജക്റ്റും ഫോക്കസ് ചെയ്തതിന് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഈ സബ്ജക്റ്റിന് ശേഷം നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇങ്ങനെയായിരുന്നു നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തത്. ഈ പ്രയോറിറ്റി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് മാർക്ക് അടിസ്ഥാനത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ PYQ ഏതൊക്കെ ഏരിയ എന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിലും ഒരു പുതിയ ഫീൽഡിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ നമുക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്ത് എയ്സാണ്, എയ്സിൻ്റെ ഫാക്കൽറ്റീസാണ്, ഇവിടുത്തെ ക്ലാസ് റൂമുകളാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഇതിനൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിനും നമുക്ക് ഇതുപോലെ നല്ല റാങ്കിലേക്ക് വരാനൊക്കെ ഞങ്ങൾ എയ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എയ്സിൻ്റെ ഫെസിലിറ്റീസിൽ ഏറ്റവും നല്ലത് ഇവിടുത്തെ 24 hours റീഡിങ് സൗകര്യമാണ്. അത് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 24 hours നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് ഏത് സമയത്ത് എന്ത് ചെറിയ സംശയമായാലും എന്ത് വലിയ സംശയമായാലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്സിൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എയ്സിൻ്റെ ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതൊരു വലിയൊരു ഞങ്ങൾക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു ബാക്കപ്പ് ആയിരുന്നു. എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്കത് ക്ലിയർ ചെയ്യാൻ ഇവിടെ ആളുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റി,
ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സാം ഞാൻ റെഗുലറായിട്ട് എഴുതാറുണ്ടായിരുന്നു. പിന്നെ പത്രങ്ങൾ കൃത്യമായിട്ട് വായിക്കാറുണ്ടായിരുന്നു. അതിന് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള പോർഷൻ കറക്റ്റായിട്ട് എന്താ പറയുക കവർ ചെയ്ത് വന്നത്. അത് ഞങ്ങൾ ഡിസ്കസും കൂടെ ചെയ്യാറുണ്ട് ആക്ച്വലി. കറണ്ട് അഫയേഴ്സ് നമ്മൾ വായിച്ചത് നമ്മൾ ഡിസ്കസും കൂടെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഓർമ്മിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ OMR വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഓരോ നമുക്ക് കിട്ടിയ ഏരിയാസ്, മാർക്ക് കുറഞ്ഞു പോയ ഏരിയാസ്, എത്രത്തോളം പോസിറ്റീവ് വരുന്നുണ്ട് നെഗറ്റീവ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനാലിസിസ് നടത്തുമായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ എന്താണ് മറ്റൊരാൾക്ക് വേണ്ട ഹെൽപ്പ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഭാഗത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം ഹെൽപ്പ് ചെയ്യാനും പരസ്പരം സപ്പോർട്ട് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഓരോരുത്തരുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ കുറവുകളൊക്കെ ഇങ്ങനെ ക്യാച്ചപ്പ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളെന്തായാലും മോസ്റ്റ് സ്കിൽഡ് പേഴ്സൺസ് അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാം ബെസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ റീഡിങ് അവേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് വളരെ കുറവായിരുന്നു. പയ്യെ ഞങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ അവേഴ്സ് കൂട്ടി. ഒരു ദിവസം ഞങ്ങൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് കൂട്ടി. ഫ്രം നമ്മളൊരു 4 to 5 അവേഴ്സിൽ നിന്ന് ഞങ്ങൾ മെല്ലെ 8 അവേഴ്സ്, 10 അവേഴ്സ്, 12 അവേഴ്സ്, അത് കഴിഞ്ഞ് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു 16 അവേഴ്സ് പെർ ഡേ വരെ നമ്മൾ റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും കേരള PSC റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെയൊന്നും അല്ല, നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന പുതിയൊരാൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്, ലിസ്റ്റുകളുടെ എണ്ണം ചെറുതായിട്ടുണ്ട്, അതേപോലെ ലിസ്റ്റുകളുടെ വേക്കൻസീസ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം അവേഴ്സ് സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞത് ഒരു പോയിന്റാണ് ശരിക്കും. പക്ഷേ ഈ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള സാധനം നമ്മൾ ലിമിറ്റഡ് സോഴ്സ് വെച്ചിട്ട് വേണം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വൈഡായിട്ടൊരു സോഴ്സ് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും ഡൈവേഴ്സ് ആയി പോകത്തേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സോഴ്സ് ലിമിറ്റ് ചെയ്യുക, റാങ്ക് ഫയൽസ് ലിമിറ്റ് ചെയ്യുക, നല്ല കോർ കണ്ടന്റ് ഉള്ള 2-3 റാങ്ക് ഫയൽ, അല്ല ഒരു റാങ്ക് ഫയൽ മതി ശരിക്കും. ഒരു റാങ്ക് ഫയലും കറണ്ട് അഫയേഴ്സും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും, ഇത് മതി ശരിക്കും +2 ലെവലും 10th ലെവലും അപ് ടു സം ഡിഗ്രി ലെവൽ എക്സാംസും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് കാര്യം നമുക്ക് ചിലപ്പോൾ ടെൻഡൻസി ഉണ്ടാകും കൂടുതൽ കാര്യങ്ങൾ മെറ്റീരിയൽസ് വായിക്കാനും വേറെ മെറ്റീരിയൽസ് മാഗസീൻസ് ഒക്കെ വായിക്കാനും. അതെ, ആ ടെൻഡൻസി നമുക്ക് ലിമിറ്റ് ചെയ്യുന്നിടത്താണ് ശരിക്കും വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ പോലെ തന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആയിട്ടും അതുപോലെ ക്ലാസ് എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ കൂടെ നമ്മളാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ. നമുക്ക് റിസൾട്ട് ഉണ്ടാവണം, നമുക്ക് എഴുതണം എന്നൊക്കെ തോന്നുന്ന കാര്യം, നമ്മളാണ് എക്സാം എഴുതുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എന്ത് ഉഷാറായിക്കോട്ടെ, അതിൻ്റെ കൂടെ തന്നെ അതൊരു ബോണസാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ പഠിക്കുന്നത് പ്രോപ്പർ റിവിഷനിലോട് പഠിക്കുക. കൂടുതൽ പഠിക്കാതെ പഠിക്കുന്നത് കണ്ടിന്യൂസ് റിവിഷൻസ്, വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കുക. കുറേ പഠിക്കണില്ലല്ല കാര്യം, പഠിക്കണത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് എക്സാമിന് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ കുറേ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, നമുക്ക് എക്സാമിലെ കൺഫ്യൂഷൻ വരും. പഠിക്കണം പെർഫെക്റ്റ് ആയിട്ട് റിവിഷനോട് പഠിച്ചാൽ എക്സാമിന് ചോദിച്ചാൽ നമുക്കത് എന്തായാലും കിട്ടും. ഈ റിവിഷൻ്റെ കാര്യം പറയുമ്പം റിവിഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചോദ്യം ചെയ്യുക തന്നെയായിരുന്നു. അതിനിപ്പം ചോദ്യപേപ്പറിന് പുറമേ നമുക്ക് ടെലഗ്രാംസ് ചാനലുകളുണ്ട്. അവരുടെയൊക്കെ ടോപ്പിക് വൈസ് ആയാലും ഡെയിലി അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പോളുകൾ തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്താൽ തന്നെ, ഇതൊക്കെ എല്ലാ സബ്ജക്ട്സും എല്ലാ ദിവസവും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടി വരും. അപ്പം ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. നമ്മൾ ഈ പ്രോസസ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ എന്താ പറയുക റാങ്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. മുന്നേ തന്നെ സെക്യൂർ ചെയ്തിട്ട് ആ കോൺഫിഡൻസിൽ നമുക്ക് പരീക്ഷ എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആ എടുക്കുന്ന മെറ്റീരിയൽസ് ഒരുപാട് കൂടുതലായിട്ട് എടുക്കാതെ, വെറൈറ്റീസ് ഓഫ് ആൾക്കാരെ എടുക്കാതെ, നമുക്ക് ഈ മെറ്റീരിയൽസ് എടുക്കാതെ നമുക്ക് ഒരു മെറ്റീരിയൽ തന്നെ അത് കൂടുതൽ തവണ റിവിഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ റാങ്ക് ഫയൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ ഒരു കണ്ടന്റ് നമ്മൾ കൂടുതലായിട്ട് റിവിഷൻ ചെയ്യുക. അല്ലാതെ അതേ ഒരുപാട് കാര്യങ്ങൾ വേറെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുമ്പോൾ അതൊക്കെ കൂടെ റിവിഷൻ ചെയ്യാൻ പറ്റില്ല, ഒക്കെ കൂടെ ആകെ ബുദ്ധിമുട്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ കൂടുതലായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ലൊരു സ്കോറിലെത്താം. അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ പഠിക്കുന്നതിൽ മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമ്മളെ എയ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
നമുക്കിപ്പോൾ റീഡിംഗ് റൂം ആയാലും അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിംഗ് റൂം ആയാലും എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കിവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാം ആൻഡ് വൈബായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടായിട്ടുണ്ട്. നമ്മളൊരിക്കലും ഈ പ്രോസസ്സിനെ വെറുക്കാൻ പാടില്ല. ഓക്കെ, പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സിനെ നമ്മൾ ഒരിക്കലും വെറുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ഇതിൽ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടിയിരിക്കും. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കുറവുകൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പരസ്പരം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം പഠിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് കുറവുകളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമകൾ വന്നാൽ സിനിമകൾ കാണാൻ പോകും, വൈകുന്നേരം ചായ കുടിക്കാൻ പോകും, ഇങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റ്സിനൊന്നും യാതൊരു കുറവുമില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് മാത്രമായി പോകാനും പാടില്ല. അപ്പോൾ ഒരു നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതേപോലെ തന്നെ പഠിക്കുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കണം. ഇപ്പോൾ ഇന്നൊരു 10 മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ 12 മണിക്കൂർ പഠിച്ചു, പിന്നെ നാളെ പഠിക്കണില്ല, മറ്റന്നാളെ പിന്നെ ഒരു 4 മണിക്കൂർ പഠിച്ചു, 5 അങ്ങനെയല്ല. ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ പഠിച്ചാൽ തന്നെ എല്ലാ ദിവസവും 4-5 മണിക്കൂർ കീപ്പ് ചെയ്ത് പോവാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ എവിടുന്ന് പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആക്ച്വലി നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ആ ടെക്സ്റ്റ് ബുക്കുകൾ കവറപ്പ് ചെയ്യുക, ഏറ്റവും വേഗത്തിൽ കവറപ്പ് ചെയ്യുക, ഏറ്റവും ആദ്യം കവറപ്പ് ചെയ്യുക, അതിനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേഷനായിട്ട് കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരിക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പ്രാക്ടീസ് ചെയ്യുക. ഇത് തന്നെയാണ് ഒരു മന്ത്ര ആയിട്ട് പറയാനുള്ളത്. അങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ഥിരമായ ഉത്സാഹം എന്ന് പറയും. ഉത്സാഹം വേണം താനും, അത് സ്ഥിരമാവുകയും വേണം. അങ്ങനെ സ്ഥിരമായൊരു ഉത്സാഹത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിലബസൊക്കെ നമ്മൾ മുഴുവൻ കവർ ചെയ്തു, റിവിഷനൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പയ്യെ ഓരോ ലിസ്റ്റുകളായിട്ട് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അടുത്ത റിയൽ പ്രതിസന്ധി വരുന്നത്. ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യണം. ചില പോസ്റ്റുകൾക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ എത്ര പഠിച്ചുകൊണ്ടിരുന്നിട്ടും നമ്മൾ യൂണിഫോം പോസ്റ്റിൽ കയറണമെങ്കിൽ എന്തായാലും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ പയ്യെ പ്രാക്ടീസ് ചെയ്യണം. ആദ്യമൊക്കെ ചെറുതായിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്, ഇഞ്ചുറി വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം നമ്മൾ ഫിസിക്കലിന് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ ഫിസിക്കലിനുള്ള സമയം കൂട്ടണം. ആദ്യം രാവിലെ ഓട്ടം മാത്രമായിരുന്നു, പിന്നെ രാവിലെയും വൈകിട്ട് ഓട്ടം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഓരോരോ ഐറ്റംസ്, ഓരോ ഇവൻറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിനുള്ള സമയം കൂടുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റഡീസിൽ ഒരിക്കലും സമയം കുറയാൻ പാടില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ടയേർഡ് ആവും, വീക്കാവും, നമുക്ക് ഇഞ്ചുറീസ് ചെറിയ ഇഞ്ചുറീസ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പഠനത്തിന് ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകണം. അതിന് ഈ പറഞ്ഞ പോലെ നല്ലൊരു കൂട്ടുകെട്ട് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ പയ്യെ ഫിസിക്കൽസൊക്കെ അറ്റൻഡ് ചെയ്തു. നമ്മൾ ഓരോരുത്തരായിട്ട് എൻഡ്യൂറൻസും ഫിസിക്കലും അല്ലെങ്കിൽ അങ്ങനത്തെ ഇവൻസും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അങ്ങനെ പയ്യെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് തന്നെ ജോലിക്ക് കയറുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേപോലെ തന്നെ സാധിച്ചു. എല്ലാവരും ഒരുമിച്ച് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഒരേ സമയത്ത് തന്നെ ഉൾപ്പെട്ടു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങളുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഒരു വലിയ ഫലമാണിത്. ഈ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ് ആക്ച്വലി റിയലി പറയാനുള്ളത്. കാര്യം അത് നമ്മുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇത് എൻജോയ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈവൻ ചെറിയൊരു വിജയമാണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ആക്ച്വലി നമുക്ക് നല്ല മോട്ടിവേറ്റിംഗ് ആണ്. അപ്പം അത് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടും, കേരള PSC മുഖാന്തരം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തന്നെയാണ് ഞങ്ങളെ ഈ റിസൾട്ട് ഈ റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ റിസൾട്ട് ഞങ്ങൾ കാണിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. കാര്യം എല്ലാവർക്കും ഒരു ആവറേജ് കുട്ടിക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് കേരള PSCയുടെ എക്സാംസ്. അതുപോലെ തന്നെ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാരണങ്ങളാൽ നമ്മൾ ഒരുപാട് കളിയാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടുകാരായിക്കോട്ടെ, നമ്മുടെ കുടുംബക്കാരായിക്കോട്ടെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊന്നും തളരാൻ പാടില്ല. അതൊക്കെ നമ്മൾ ജസ്റ്റ് കേൾക്കുക, മൈൻഡ് ചെയ്യാതെ വിടുക. അതിനൊന്നും റിയാക്ട് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മളുടെ ജോലി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്നാലോ, അതിനൊക്കെ നമ്മളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നിന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ നിന്ന് കഴിഞ്ഞാലോ നമ്മൾ ഈ പറഞ്ഞ ഞങ്ങൾ ഈ ഇരിക്കുന്ന പോലെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളെയും തളർത്തുന്ന നമ്മൾ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക. നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് അവരൊക്കെ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയുള്ളൊരു റിസൾട്ട് ഈ പറഞ്ഞ പോലെ ഓരോരോ ജോലികളായിട്ട് നമ്മൾ അഡ്വൈസമായിട്ടായാലും അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ഓർഡർ ആയിട്ടായാലും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും സർക്കാർ ജോലി അത്ര വലിയ വിദൂരമായിട്ടുള്ള വലിയ സംഭവമൊന്നുമല്ല. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നല്ല രീതിയിൽ അതിൻ്റെ സാഹചര്യങ്ങളും എല്ലാം ഒത്തു വന്നാൽ, പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ ഞങ്ങൾ പഠിച്ച പോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് അതുപോലെ അതിൻ്റെ PYQ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സർക്കാർ ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താനുള്ള കാര്യം, ഇതുപോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ACയിൽ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും എല്ലാ എക്സാമും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് ആ എക്സാം ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരൊക്കെ വരും ലിസ്റ്റുകളിൽ ഉൾപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ അച്ചീവ്മെൻറ്റ് നേടിയ എൻ്റെ ഈ ഫ്രണ്ട്സിന് എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു പോസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നത് വരെ നമ്മളൊരിക്കലും ഹാർഡ് വർക്കിംഗ് നിർത്തരുത്. അപ്പോൾ നമ്മൾ മേ ബി നമ്മൾ വീണ്ടും ഫിസിക്കലിന് പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെയല്ല PSC ചെറിയ ലിസ്റ്റുകളാണ് ഇടുന്നത്. അപ്പോൾ ഒരു റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ജോലി ഉറപ്പായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളൊരു ആഗ്രഹിച്ച പോസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്ഥിരമായ ഉത്സാഹം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞ പോലെ എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെയുള്ള മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും.